സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കോക്കനട്ട് ലഡുവിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ. കോക്കനട്ട് ലഡു ഉണ്ടാക്കുന്നതിനായി ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കരയിൽ ചെറിയ കല്ലുകളോ പൊടികളോ ഉണ്ടെങ്കിൽ അരിച്ചു മാറ്റുന്നതിനാണ് ഇത് പാനിയാക്കുന്നത്. ഇപ്പോൾ ശർക്കര മൊത്തം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാട്ടോ. അടുത്തതായി കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും വറുത്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കണം. നെയ്യ് മെൽറ്റായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറിയ പീസുകളാക്കിയത് ഇട്ട് കൊടുക്കാം. അല്പനേരം ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്തിളക്കാം. ഉണക്കമുന്തിരി വീർത്തു വരുമ്പോൾ ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന ഈ നെയ്യിലേക്ക് തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് വറുത്തെടുക്കണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടോ. ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരണം. കുറച്ച് സമയം എടുക്കൂട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത്രയും ശർക്കരയിൽ നമ്മുടെ ഈ ലഡുവിന് അത്യാവശ്യം നല്ല മധുരം കിട്ടും. മധുരം അത്ര താല്പര്യമില്ലെങ്കിൽ 1/4 കപ്പ് ശർക്കര ഒഴിവാക്കാവുന്നതാണ്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് പാനി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരുമാതിരി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി വിതറി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. ഇനിയും കുറച്ചുകൂടെ പാനി വറ്റി വരാനുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വറ്റി ഡ്രൈ ആക്കരുത്. വെള്ളത്തിൻ്റെ അംശം കാണാത്ത പരുവത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റ് സമയമെടുത്ത് വെള്ളമൊക്കെ വറ്റി വരാനായിട്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി കയ്യിലെടുത്ത് ഉരുട്ടാൻ പാകത്തിന് ചൂടാറി വരുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് ചൂടാറാൻ നിൽക്കരുത്. ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ മിക്സ് എടുത്തിട്ട് നന്നായി ഉരുട്ടിയെടുക്കണം. ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ബാക്കിയുള്ളവയും ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സിൽ നിന്ന് ഈ സൈസിൽ 12 ലഡു കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഈ ലഡു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.